മലപ്പുറം നിലമ്പൂർ അകമ്പാടത്ത് കാട്ടാനകൾ വീടിന്റെ മതിലും ഗേറ്റും തകർത്തു. ആദിലിന്റെ വീടിന് നേരെയാണ് ഇന്ന് പുലർച്ചെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം. ഒന്നുകൂടെ വായിച്ചിട്ടായി. വീടിൻ്റെ മതിലിനകത്തൂടെയൊക്കെ തന്നെയാണ് ആന ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതെന്ന കാര്യം നമ്മൾ മറന്നുകൂടാ. എങ്ങനെ രാത്രി വിശ്വസിച്ചവരൊക്കെ വീട്ടിനുള്ളിൽ കിടന്ന് ഉറങ്ങും? മലപ്പുറത്ത് നിന്ന് ബിബിൻ സി വിജയൻ ചെയ്യുന്നു. ബിബിൻ, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ കാട്ടാനയെ കൊണ്ട് എന്തൊക്കെ ശല്യങ്ങളാണ് ഇവർക്കുണ്ടായത്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. തീർത്തും ജനവാസ മേഖലയാണ് ഈ അകമ്പാടം കോരങ്കോടം എന്ന് പറയുന്ന ഒരു സ്ഥലമുള്ളത്. അപ്പോൾ ഇവിടെ റോഡിന് തൊട്ടരികിൽ തന്നെയാണ് ഇല്ലിക്കൽ ആദിലിൻ്റെ വീട്. അവിടെ ഇന്ന് പുലർച്ചെ 4 മണിയോട് കൂടിയാണ് 2 കാട്ടാനകളെത്തി ഈ അക്രമം ഉണ്ടാക്കിയത്. അവിടെ ഉണ്ടായിരുന്ന ഗേറ്റും അതുപോലെ തന്നെ പുറകുവശത്തെ മതിലും പൂർണ്ണമായും തകർത്തിട്ടുണ്ട്. അങ്ങനെ ഈ വീടിൻ്റെ ആ വളപ്പിലേക്ക് കയറിയിട്ടുള്ള ആനകൾ പിന്നീട് അവിടെ ഉണ്ടായിരുന്ന പപ്പായയൊക്കെ പറിച്ച് കഴിച്ച് കളിച്ച് രസിച്ച് തന്നെ ആ കുറച്ച് പ്രദേശത്ത് കൂടി നടക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടിയാണിത്. അതിനുശേഷം അവിടുന്ന് ആളുകൾ ഈ മതിലൊക്കെ തകർക്കുന്നതിൻ്റെ ഒരു ശബ്ദം കേട്ട് ഉണർന്നു വന്നിട്ടുള്ള ആളുകൾ ശബ്ദം കൂട്ടിയതോടു കൂടിയാണ് തൊട്ടടുത്തുള്ള ജനവാസ മേഖലയിലേക്ക് ഈ വനമേഖലയിലേക്ക് ഈ 2 ആനകളും ഇപ്പോൾ കയറിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിന് തൊട്ട് അടുത്തുള്ള പ്രദേശമാണ് ഈ മണ്ണുംപാടം എന്നൊക്കെയുള്ള ഏരിയകൾ. അവിടെയും ഒരു 2 ആഴ്ച മുൻപ് ഇതേ രീതിയിൽ കാട്ടാനകൾ വരികയും ഗേറ്റും മതിലും തകർത്ത്, അതായത് അവയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടായി നിൽക്കുകയാണ് ഈ മതിലെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് തകർക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു അക്രമ സ്വഭാവത്തിലേക്ക് 2 ആനകൾ മാറി എന്നുള്ളത് കൊണ്ട് തന്നെ ഇവയെ മയക്കുവെടി വെക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ പ്രദേശത്തുള്ളവർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇത് ചാലിയാർ പഞ്ചായത്താണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി തന്നെ അതിരൂക്ഷമായ രീതിയിലാണ് ഈ കാട്ടാന ശല്യം തുടരുന്നത്. ഇപ്പോൾ ഈ 2 മതിലും ഗേറ്റും തകർത്തതെല്ലാം ഒരേ ആനകൾ എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവയെ മയക്കുവെടി വെക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ഇന്ന് പുലർച്ചയോട് കൂടിയാണ് ആദിലിൻ്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. ആദിൽ വിദേശത്താണ്. ഒപ്പം തന്നെ ഉമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഉമ്മ ഇപ്പോൾ ഈ നോമ്പുകാലമായതുകൊണ്ട് അവരുടെ വീട്ടിലേക്കും പോയിരിക്കുകയാണ്. ഈ വീട്ടിലുണ്ടായിരുന്ന CCTVയിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പതിയുകയും ചെയ്തിരിക്കുന്നത്. എസ് കെ.